ഓം ശാന്തി. ദേഹബോധത്തിൽ നിന്നും മാറി നിന്ന് ഞാൻ ദിവ്യനേത്രത്തിലൂടെ സ്വയം തന്നെ കാണുന്നു. മസ്തകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷൈനിങ് സ്റ്റാറാണ് ഞാൻ. ഒരു മിന്നിത്തിളങ്ങുന്ന ദിവ്യ നക്ഷത്രമാണ്. എനിക്ക് ചുറ്റും പവിത്രതയുടെ പ്രകാശത്തിൻ്റെ ആഭാമണ്ഡലമാണ്. ഞാൻ ആത്മാ എൻ്റെ ആദി സ്വരൂപത്തിൽ സമ്പൂർണ്ണ പവിത്രമാണ്. എൻ്റെ പിതാ പരമാത്മാ പവിത്രതയുടെ സാഗരമാണ്. ഞാൻ ബാബയുടെ ആശ്രയത്തോടെ സർവവികാരങ്ങളുടെയും മേലെ വിജയിച്ചിരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ നിർവികാരിയാണ്. വികർമാജീതാത്മാവാണ്. ഞാൻ ദൈവിക ഗുണങ്ങളുടെ മൂർത്തിയാണ്. എൻ്റെ ഓരോ കർമ്മത്തിലും ദിവ്യ ഗുണങ്ങളുടെ തിളക്കമുണ്ട്. എൻ്റെ ഓരോ കർമ്മവും ബാബയുടെ ശ്രീമതമനുസരിച്ചാണ്. അതിനാൽ ഓരോ കർമ്മവും സുകർമ്മമാകുന്നു. ഞാൻ സർവർക്കും മനസ്സുകൊണ്ടും വചനം കൊണ്ടും സുഖം നൽകുന്നു. എൻ്റെ ഓരോ കർമ്മവും പുണ്യകർമ്മമാണ്, സുകർമ്മമാണ്. ഞാൻ സമ്പൂർണ്ണ പവിത്രമാണ്. എൻ്റെ ഓരോ കർമ്മവും പവിത്ര കർമ്മമാണ്. ഞാൻ സർവകാമനാജീതാത്മാവാണ്. ക്രോധമുക്തമാണ്. നിർലോഭിയാണ്. നിർമോഹിയാണ്. ഞാൻ വികർമാജീതാത്മാവാണ്. ഈ സംഗമയുഗത്തിൽ വികർമാജീതായി ഭാവിയിൽ വികർമാജീത് സംവദ് വരുന്നു. സ്വർഗത്തിലെ ദേവതയാകുന്നു. സ്വർഗത്തിൻ്റെ രാജ്യാധികാരിയാകുന്നു. വികർമാജീത് രാജാവാകുന്നു. വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള മാർഗമാണ് ശ്രീമതം. ആദ്യത്തെ ശ്രീമതമാണ് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഈ ശ്രീമതത്തിലൂടെ ഞാൻ വികർമാജീതാകുന്നു. ഇപ്പോൾ ഈ പഴയ മോശമായ പതിത ലോകത്തിൽ നിന്നും വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ വന്നിരിക്കുകയാണ്. ഓരോ കൽപ്പവും ബാബ വന്ന് പാവനമാകാനുള്ള യുക്തികൾ പറഞ്ഞു തരുന്നു, പഠിപ്പിക്കുന്നു. ഇത് പതിത ഭ്രഷ്ടാചാരി ലോകമാണ്.
ബാബ പറയുകയാണ്, കുട്ടികളെ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, എന്നെ ഓർമ്മിക്കൂ എന്ന്. മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കൂ. യാതൊരു തരത്തിലുള്ള ആസുരീയ കർമ്മവും ചെയ്യരുത്. മായ ചെയ്യിപ്പിക്കുന്ന കർമ്മം തീർച്ചയായും വികർമ്മമായി മാറുന്നു. ബാബ കർമ്മം, അകർമ്മം, വികർമ്മത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കി തരുന്നു. ഞാൻ ശ്രീമതത്തിലൂടെ പകുതി കൽപ്പം സുഖമനുഭവിച്ചു. പിന്നീട് പകുതി കൽപ്പം രാവണന്റെ മതത്തിലൂടെ ദുഃഖമനുഭവിക്കുന്നു. ഞാൻ ഓർമ്മയുടെ യാത്രയിലൂടെ ചുറ്റിക്കറങ്ങുന്നു. ബാബ കൽപ്പം വന്ന് ആത്മാക്കൾക്ക് തൻ്റെ പരിചയം നൽകുന്നു. ഈ രാവണ രാജ്യമാകുന്ന ശോകവാടികയിൽ എല്ലാവരും ദുഃഖിതരാണ്. സൃഷ്ടി തന്നെ തമോ പ്രധാനമാണ്. എനിക്ക് ഭഗവാനിൽ നിന്നും ഭക്തിയുടെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് മുക്തിയും ജീവൻ മുക്തിയും. ഞാൻ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. മോശമായ കർത്തവ്യത്തിലൂടെ എൻ്റെ രജിസ്റ്റർ മോശമാക്കില്ല. സുപ്രീം ബാബ ടീച്ചറായി എന്നെ ഉയർന്ന പഠിപ്പ് പഠിപ്പിക്കുന്നു. ആർക്കെങ്കിലും ദുഃഖം കൊടുക്കുകയാണെങ്കിൽ ദുഃഖിതരായി തന്നെ മരിക്കും. പദവിയും ഭ്രഷ്ടമാകും. ഒരുപാട് ശിക്ഷകളും അനുഭവിക്കും. ഞാൻ ദയാഹൃദയ സംസ്കാരം ധാരണ ചെയ്ത് എൻ്റെയും മറ്റുള്ളവരുടെയും ഭാഗ്യമുണ്ടാക്കുന്നു. ടീച്ചറായ ബാബ ദയാഹൃദയനാണ്. സമ്പത്ത് നേടാനുള്ള വഴി പഠിപ്പിക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനുള്ള പഠിപ്പ് പഠിപ്പിക്കുന്നു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യവും ഭൂമിശാസ്ത്രവും മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. എനിക്ക് ഓരോ കാര്യത്തിലും പരിധിയില്ലാത്ത ബുദ്ധിയുണ്ട്. പരിധിയില്ലാത്ത വൈരാഗ്യവുമുണ്ട്. ബാബ സംഗമയുഗത്തിൽ വന്ന് ദേവീ ദേവതാധർമ്മം സ്ഥാപിക്കുന്നു. ഞാൻ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. ഭഗവാനുവാച ആണ് മന്മനാഭവ. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളിൽ നിന്നും വേറിട്ട് ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ഞാൻ ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. ഞാൻ ആത്മാ ബാബയുടെ കുട്ടിയാണ്. കാതുകളിലൂടെ കേൾക്കുന്നു. ബാബ കേൾപ്പിക്കുകയാണ്. ഞാൻ പരമാത്മാവാണ്. ഉയർന്നതിലും ഉയർന്ന പരമധാമത്തിൽ വസിക്കുന്നു. ജനന മരണത്തിൽ വരുന്നില്ല.
ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് കൽപ്പത്തിന് മുമ്പും പഠിച്ചിരുന്നു. ദേവതയായിരുന്നു. മായയെ ജയിച്ചവരും ലോകത്തെ ജയിച്ചവരുമാകാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ഉയർന്ന ഭാഗ്യമുണ്ടാക്കുന്നു. ദയാഹൃദയനായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ശീലത്തിന് വശപ്പെട്ട് രജിസ്റ്റർ മോശമാക്കില്ല. പതിതമായി മാറി ബുദ്ധിയെ മലിനമാക്കില്ല. പശ്ചാത്തപിക്കേണ്ട തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യില്ല. ബാബ വരദാനം നൽകിയിരിക്കുന്നു. വിശ്വമംഗളകാരിയായി ഭവിക്കൂ. ഞാൻ ബീജരൂപസ്ഥിതിയിലൂടെ മുഴുവൻ വിശ്വത്തിനും ലൈറ്റിൻ്റെ ജലം കൊടുക്കുന്നു. അതിനായി ലൈറ്റ് ഹൗസ് ആകുന്നു. ഓരോ സങ്കല്പവും സ്മൃതിയുക്തമായിരിക്കണം. മുഴുവൻ വിശ്വത്തിൻ്റെയും മംഗളം നടക്കണം. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തി വിമർശനാത്മകമായ സമയങ്ങളിൽ പദവിയോടെ പാസ്സാകാൻ സഹായിക്കുന്നു. ഓം ശാന്തി.